ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി. ഇത് പറയുമ്പോൾ ഇപ്പോഴാണ് ബുൾഡോസർ രാജ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നത് എന്നതും വലിയ തമാശയാണ്. ഏതായാലും അതിനെ സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കോടതി പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി പറഞ്ഞത് സുപ്രീം കോടതി BJPയുടെ ഭരണഘടനാ വിരുദ്ധ മുഖം വലിച്ചു കീറി എന്ന തരത്തിലാണ്. അതിനെ സംബന്ധിച്ച് അറിയേണ്ടതാണ്, പറയേണ്ടതാണ്. എത്രയോ നാളുകളായി നമ്മുടെ രാജ്യത്ത് ബുൾഡോസർ രാജ് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരാളിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടാൽ, ആരോപിച്ചാൽ മാത്രം മതി, അയാളെ ശിക്ഷിക്കുകയൊന്നും വേണ്ട, ഉടൻ തന്നെ ബുൾഡോസർ രംഗത്തിറങ്ങും. എന്നിട്ട് ബുൾഡോസർ ഉപയോഗിച്ച് കുറ്റം ചെയ്ത ആൾ എന്നുള്ള നിലയിൽ ആ പ്രദേശത്തുള്ള വീടുകൾ മുഴുവൻ ഇടിച്ചു നിരപ്പാക്കും. അങ്ങനെ ഇടിച്ചു നിരപ്പാക്കുന്ന വീടുകൾ മുഴുവൻ മുസ്ലിങ്ങളുടേതുമായിരിക്കും. അക്കൂട്ടത്തിൽ ദേവാലയങ്ങളും വേണമെങ്കിൽ തകർത്ത് കളയും. അതിനെ തടയാനും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പലപ്പോഴും നടക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലോ വൈകുന്നേരങ്ങളിലോ ഒക്കെയാണ്. നേരം വെളുത്ത് ഇതിൻ്റെ കക്ഷികൾ കോടതിയിലേക്കോ മറ്റും പോകുമ്പോൾ തങ്ങൾ താമസിച്ചിരുന്ന പ്രദേശം വെറും വിജനമായ ഒരു പറമ്പ് മാത്രമാവും. ഇത് തുടങ്ങിയിട്ട് വർഷം 2-3 യഥാർത്ഥത്തിൽ എന്തെല്ലാം കേസുകളിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ അതിൽ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കുന്നു, മറ്റു പലതും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ ബംഗാളിൽ വളരെ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ കോടതി വളരെ പെട്ടെന്ന് അതിൽ ഉത്തരവാദിത്തപ്പെട്ട തീരുമാനമെടുത്തു, CBIക്ക് കൈമാറി. അതിൻ്റെ ബാക്കി നടപടികളൊക്കെയും ജഡിതിയിൽ നടന്നു. വേണ്ടതാണ്. പക്ഷെ അതുപോലെ തന്നെ ജീവനാണ് ആൾക്കൂട്ടക്കൊലയിലൂടെ അടിച്ചു കൊല്ലുന്നവർ. ഇതുപോലെ എല്ലാവരുടെയും മുന്നിൽ ഒരു നീതിയുമില്ലാതെ ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ കിടപ്പാടങ്ങൾ ഇടിച്ചു നിരത്തുന്നത് ഒക്കെയും ഇതേ സുപ്രീം കോടതി തന്നെ കാണുന്നുണ്ട്. എന്നിട്ടും അതിലൊന്നും സ്വമേധയാ കേസെടുക്കലോ നിലപാടോ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒടുവിൽ ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന ഡൽഹി ആസ്ഥാനമായുള്ള പണ്ഡിത സഭ അല്ലെങ്കിൽ അത്തരമൊരു കൂട്ടം, ഈ പറയുന്ന വേറെ ആരോടും ബാധ്യതകളില്ലാത്ത, വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളൊന്നുമില്ലാത്ത, വേറെ മടിയിൽ ഭാരമില്ലാത്ത അവരാണ് പലപ്പോഴും ഇത്തരം കേസുകൾക്കൊക്കെയും മുന്നിൽ പോകുന്നത്. അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അതിന്മേൽ ചില നിരീക്ഷണങ്ങൾ നടത്തി. എന്ത് നീതി നടത്തിപ്പാണിത്? എന്ത് ന്യായമാണ് ഈ നടക്കുന്നത്? എന്തെങ്കിലും തരത്തിൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് ശിക്ഷ കൊടുക്കുന്നതിന് പകരം ഈ ബുൾഡോസർ രാജ് ഉപയോഗിച്ച് വീടുകൾ ഇടിച്ചു നിരത്തുന്ന നടപടി അത് കാട്ടുനീതിക്ക് തുല്യമാണ്, ജംഗൽ രാജാണ് എന്നൊക്കെ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അതിനെ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡം പുറപ്പെടുവിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്, BJPയുടെ ഭരണഘടനാ വിരുദ്ധ മുഖമാണ് അത്തരമൊരു നിലപാടിലൂടെ സുപ്രീം കോടതി വലിച്ചു കീറിയതെന്ന്. ഇനി എന്ത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ് അറിയാനുള്ളത്. ഏതായാലും കൺമുന്നിൽ നടക്കുന്ന ഒരു നീതിരാഹിത്യം തന്നെയായിരുന്നു ഈ പ്രവൃത്തി.